ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സൈബർ ബുള്ളിങ് കാരണം ഇന്ന് യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യല്ലേ. ഒരു വശത്ത് ബുള്ളിങ് ചെയ്യുന്നവർ, മറുവശത്ത് ബുള്ളിങ് ചെയ്യപ്പെടുന്നവർ, പിന്നെ ഒരു വിഭാഗമുണ്ട്. നിങ്ങളാരും ബുള്ളിങ് ചെയ്യരുത്, അതിനുള്ള അവകാശം ആർക്കുമില്ല, പിന്നെ അങ്ങോട്ട് ജീവിതത്തിന്റെ അടുക്കും ചിട്ടയും ഒക്കെ പഠിപ്പിക്കുന്നവർ. നിങ്ങൾക്കറിയാം, സോഷ്യൽ മീഡിയയിലെ ഈ സൈബർ ബുള്ളിങ് കാരണം എത്രയോ ജീവനുകൾ ഒലിഞ്ഞു പോയിരിക്കുന്നു. ഈ അടുത്ത കാലത്തായി എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു സംഭവമാണ്. ബാംഗ്ലൂരിൽ ഒരു കുഞ്ഞ് ബാൽക്കണിയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയോ സൺഷെയ്ഡിൽ വീണു. ഭാഗ്യം കൊണ്ട് അവിടുത്തെ നാട്ടുകാർ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. എന്നാൽ ഒരു മാസം കഴിഞ്ഞ് അറിയുന്ന വാർത്ത ആ കുഞ്ഞിൻ്റെ അമ്മ സൂയിസൈഡ് ചെയ്തു എന്നുള്ളതാണ്. കാരണം ക്രൂരമായ സൈബർ ബുള്ളിങ്. സ്വന്തം കുഞ്ഞിൻ്റെ മുഖം പോലും ഓർക്കാതെ അവരത് ചെയ്തുവെങ്കിൽ അത്രയും ക്രൂരമായ സൈബർ ബുള്ളിങ് അവർ നേരിട്ട് കാണും. അവരിലെ അമ്മയെ നാട്ടുകാരും വീട്ടുകാരും സമൂഹവും സോഷ്യൽ മീഡിയയും എല്ലാം ഒരുപോലെ ചോദ്യം ചെയ്ത് കാണണം. അങ്ങനെ പല ആത്മഹത്യകൾ നടക്കുന്നു. തമാശ എന്തെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഭാഗമില്ലേ, സൈബർ ബുള്ളിങ് നടത്തരുത് എന്ന് പറഞ്ഞ വിഭാഗം, അവർ തന്നെ ഇപ്പോൾ സൈബർ ബുള്ളിങ് നടത്തുന്നു. ടോപ്പിക്ക് ജീവിതം പഠിപ്പിക്കലാണ്. അങ്ങനെ ഒന്നല്ല രണ്ടല്ല എത്രയോ വീഡിയോകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റന്റ് ജാസ്മിൻ ജാഫർ നേരിടുന്നത് അതാണ്. എന്തല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ബോധമാണ് ആദ്യം നമുക്കുണ്ടാവേണ്ടത്. മറ്റുള്ളവരെ നമ്മൾ ജീവിതം പഠിപ്പിക്കുമ്പോൾ, ഒരു പരിധി കഴിയുമ്പോൾ അതും ഒരു സൈബർ ബുള്ളിങ് ആണ്. ഭാവിയിൽ അത് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത വലിയൊരു തെറ്റായി മാറിയേക്കാം. ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായി വരുന്നവരെ ബൈ.